അല്ല, അവരുടെ കയ്യിൽ AK-47 ഉണ്ടായിരുന്നോ? അവരുടെ കയ്യിൽ ബോംബ് ഉണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ അവർ തീവ്രവാദികളാവുന്നത്? ശ്രീ സന്ദീപ് വാര്യർ, കേരളത്തിൽ നിന്ന് പോയ MP-മാർ, NK പ്രേമചന്ദ്രൻ അടക്കമുള്ള MP-മാർ അമിത്ഷായെ കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ച് ഇനി സംസ്ഥാനം അതിനെ എതിർക്കില്ല എന്ന് പറഞ്ഞു എന്ന് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുകയും ചെയ്തു. അത് കളവായിരുന്നോ? ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയാത്ത ഒരു കാര്യം കേരളത്തോട് പറയുകയായിരുന്നോ ഇവിടെ നിന്ന് പോയ MP-മാർ? ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാസ്റ്റർ, എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമുള്ള ആളാണ്. വിത്ത് ഡ്യൂ റെസ്പെക്ട്, മാഷ് ഇന്നലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം ശ്രദ്ധിക്കാതെയാണ് ഈ ചർച്ചയ്ക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് താൻ അമിത്ഷായുമായി ഇത് നേരത്തെ സംസാരിച്ചുവെന്നും അമിത്ഷാ തനിക്ക് ഉറപ്പ് നൽകിയെന്നും ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ ഇത് ഈ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന ഉറപ്പ് തനിക്ക് നൽകിയിട്ടുണ്ടെന്നും അതേ ഉറപ്പാണ് പ്രതിപക്ഷത്തെ MP-മാർക്കും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും MP-മാർക്ക് നൽകിയത് എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി ഇന്നിപ്പോ പാംബ്ലാനി പിതാവ് അടക്കം പറഞ്ഞിരിക്കുന്നത് അമിത്ഷാ നൽകിയ വാക്കു പാലിച്ചു എന്നാണ്. അപ്പൊ അമിത്ഷാ വാക്കൊന്നും സഭയ്ക്ക് കൊടുത്തില്ലായിരുന്നു എന്നുകൂടി ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത്. അങ്ങ് തുടർന്നോളൂ. അപ്പോൾ അതായത് ജയേന്ദ്രൻ മാസ്റ്റർ അനാവശ്യമായിട്ട് ഇക്കാര്യത്തിൽ UDFന്റെ MP-മാർ എന്തോ കളവ് പറഞ്ഞു എന്നൊരു നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ റദ്ദ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, ഇപ്പോൾ BJPയുടെ പ്രതിനിധികളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്? കേരളത്തിലുള്ള 2 കന്യാസ്ത്രീകളെ മറ്റേതോ രാജ്യത്ത് ഏതോ ഒരു തീവ്രവാദ സംഘടന തടവിൽ പാർപ്പിച്ചിരുന്നിടത്ത് നമ്മുടെ മേജർ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു കമാൻഡോ സംഘം അങ്ങോട്ട് പോയി മോചിപ്പിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെയാണ് BJPയുടെ ഈ വക്താക്കളൊക്കെ ഇന്ന് പറഞ്ഞു വെക്കുന്നത്. വാസ്തവത്തിൽ നടന്നത് എന്താ? വാസ്തവത്തിൽ BJPയുടെ തന്നെ സംഘടനാ ശ്രേണിയുടെ ഭാഗമായിട്ടുള്ള സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യുവജന വിഭാഗമായിട്ടുള്ള ബജറംഗ് ദളുകാർ ഒരു മോബോക്രസ് നടത്തി, ജനക്കൂട്ട ആക്രമണം നടത്തി, ആൾക്കൂട്ട വിചാരണ നടത്തി. നമ്മുടെ 2 മലയാളി സഹോദരിമാരെ, 2 കന്യാസ്ത്രീകളെ അവരെ മർദ്ദിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തതിന് ശേഷം അവിടുത്തെ ഗവൺമെൻറ് തങ്ങളുടേതാണ് എന്ന അഹങ്കാരത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ മതത്തിനെതിരായി ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലീസിന് കൈമാറുകയും പോലീസ് അവരെ കള്ളക്കേസിൽ കുടുക്കി നീതിയുക്തമല്ലാത്ത രീതിയിൽ അന്യായമായി ജയിലിലേക്ക് അയക്കുകയും ചെയ്തതിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ചയിലിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യമല്ല, ഇത് കോൺഗ്രസ് പാർട്ടിയോ UDFോ ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യമല്ല. നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ നിങ്ങളുടെ സംഘടനാ ശ്രേണിയിൽ സംഘപരിവാറിൽപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യുവജന വിഭാഗം നടത്തിയിട്ടുള്ള അക്രമോത്സുകമായിട്ടുള്ള മതവർഗീയ പരിപാടിയുടെ ഭാഗമായിട്ട്, വർഗീയ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് മലയാളികളായിട്ടുള്ള 2 സഹോദരിമാർ ജയിലിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. പിന്നെ ഇങ്ങനൊരു സാഹചര്യം വന്നാൽ പ്രതിപക്ഷത്തുള്ള ഞങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഛത്തീസ്ഗഡിലേക്ക് പോകരുത് എന്ന് BJP എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് അങ്ങോട്ട് അയച്ചത്, അല്ലാതെ ഏതെങ്കിലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ല അങ്ങോട്ട് അയച്ചത്. ഞങ്ങളങ്ങോട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത അവിടെ ഈ പറയുന്ന സിസ്റ്റർമാരുടെ പ്രദേശത്തെ MLA-മാരടക്കം MP-മാരടക്കം ഉള്ളവരെയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്, ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞയച്ചത്. അവരവിടെ പോയിട്ട് ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. 18-20 മിനിറ്റ് അപ്പുറത്ത് കൊടുത്തല്ലേ, 10 മിനിറ്റെങ്കിലും എനിക്കിതാ. പിന്നെ ഞങ്ങൾ എന്ത് ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന് പറഞ്ഞത്? ഞങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടത്, ഞങ്ങൾ BJPയുടെ നേതാവ് അമിത്ഷായെ അല്ല കണ്ടത്. ഞങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൊണ്ടു. അദ്ദേഹത്തിന് ഉറപ്പ് വാങ്ങി. എന്ത്? ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്ന് ഉറപ്പ് വാങ്ങി. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഇന്ന് ആ 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയവർ പുറത്തെത്തിയത്. അല്ലെങ്കിൽ BJPയും BJPയുടെ ഐഡിയോളജിയുടെ ഭാഗമായിട്ടുള്ള ബജറംഗ് ദളും ചേർന്ന് ആ സ്ത്രീകളെ എത്ര കാലം നിങ്ങൾ തടവിൽ പാർപ്പിക്കുമായിരുന്നു? അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസ് എന്താ? ഇനി അവരെ ആരുടെ മുന്നിൽ ഹാജരാണ്? NIA എന്താ NIA? തീവ്രവാദ വിരുദ്ധ കേസ് അന്വേഷിക്കേണ്ട ഒരു ഏജൻസിയിലേക്ക് ഈ 2 മലയാളി സഹോദരിമാരെ എറിഞ്ഞു കൊടുത്തില്ലേ BJP? നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ? അവരെന്ത് പുരുഷമാലയും ബൈബിളും അല്ലാതെ അവരുടെ കയ്യിൽ ബോംബുണ്ടോ? അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ AK-47 ഉണ്ടായിരുന്നോ? അവരുടെ കയ്യിൽ ബോംബ് ഉണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ അവർ തീവ്രവാദികളാവുന്നത്? നിങ്ങൾ അവരെ തീവ്രവാദികളാക്കി മുദ്രകുത്തിയില്ലേ? നിങ്ങൾ അവരെ തീവ്രവാദികളാക്കി ചാപ്പ് കുത്തിയില്ലേ? സമാധാനം മാത്രം പ്രസംഗിക്കുന്ന, പരസ്പര സ്നേഹം പ്രസംഗിക്കുന്ന ഈ കന്യാസ്ത്രീകളെ നിങ്ങൾ തീവ്രവാദികളാക്കി മാറ്റിയില്ലേ? ഇതിലും വലിയ അനീതി എന്താണ് നിങ്ങൾ ക്രൈസ്തവ വിഭാഗത്തോട് കാണിക്കാനുള്ളത്?